നമസ്കാരം. ഇറാന്റെ മിസൈൽ വർഷം അമേരിക്കയിൽ. ഇസ്രായേലിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇറാന്റെ ബോംബുകൾ തയ്യാറെടുക്കുന്നു. ഇവിടെ എങ്ങനെ ഇറാനെ തകർക്കാമെന്നത് അമേരിക്കയെക്കാളേറെ ചിന്തിക്കുന്നത് ഇസ്രായേലാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ അമേരിക്കയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഏത് വിധേനയും ഇറാനെ ആക്രമിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുകയാണ്. പക്ഷെ ഇസ്രായേൽ മനസ്സിലാക്കേണ്ടത്, ഇറാന്റെ കണ്ണുകൾ ആദ്യം പതിക്കുന്നത് അമേരിക്കയിലായിരിക്കില്ല. ഇറാന്റെ കണ്ണുകൾ, യുദ്ധക്കണ്ണുകൾ ആദ്യം എത്തുന്നത് ഇസ്രായേലിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇസ്രായേലിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ഇറാന്റെ കൈവെള്ളയിലാണ്. ചുവന്ന ഫയർ ബട്ടണും ബാലിസ്റ്റിക് മിസൈലുകളും അടക്കം അവരുടെ കൈകളിലുണ്ട്. ഇറാന്റെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത് ഇസ്രായേലിലെ ചില സുപ്രധാനമായിട്ടുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള 3 കേന്ദ്രങ്ങളാണ്. അവിടെ അവർ ബോംബ് വർഷം നടത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇസ്രായേലിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇറാന്റെ ബോംബ് ഏത് നിമിഷം വേണമെങ്കിലും അവിടെ വീഴുകയും ചെയ്യും. അത് നിങ്ങളെ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്യും. ഇസ്രായേൽ നടത്തുന്ന കുൽസിത പ്രവർത്തികൾ, അമേരിക്കയുമായി ചേർന്ന് നടത്തുന്ന കുൽസിത പ്രവർത്തികൾക്ക് വളരെ കൃത്യമായിട്ടുള്ള തിരിച്ചടി നൽകുവാൻ ഇറാൻ തയ്യാറാണ് എന്നുള്ളതാണ്. മിഡിൽ ഈസ്റ്റിൽ വീണ്ടും യുദ്ധത്തിന്റെ നിഴൽ നീളുന്നുവെന്ന സൂചന നൽകുന്ന തരത്തില് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം അതീവ അപകടകരമായിട്ടുള്ള ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. വാക്കുകളുടെ പോരാട്ടമൊക്കെ കടന്ന് ഭീഷണികളുടെ ഭാഷയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് പറയണം. കാരണം ഈ പശ്ചാത്തലത്തിലാണ് ലോക ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഈ കടുത്ത മുന്നറിയിപ്പുമായിട്ട് ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നത്. രാജ്യ തലസ്ഥാനമായ ടെഹ്റാന്റെ ഹൃദയഭാഗമായ പാലസ്തീൻ സ്ക്വയറിൽ സ്ഥാപിച്ച ഭീമൻ ബാനർ വെറും ഒരു പ്രചരണ പോസ്റ്റർ മാത്രമല്ല, മറിച്ച് ഇസ്രായേലിനെയും അമേരിക്കയും ലക്ഷ്യമിട്ട് ഇറാൻ ഉയർത്തുന്ന തുറന്ന യുദ്ധ സന്ദേശമായിട്ടാണ് അത് വിലയിരുത്തപ്പെടുന്നത്. ഈ ബാനറിലൂടെ ഇറാൻ നൽകുന്ന സന്ദേശം എന്ന് പറയപ്പെടുന്ന അതീവ വ്യക്തമാണ്. IDF അഥവാ ഇസ്രായേൽ പ്രതിരോധ സേനയായിട്ടുള്ള അമേരിക്കൻ സൈന്യമോ ഇറാനെ ആക്രമിച്ചാൽ പ്രതികാരം ഇസ്രായേലിന്റെ മണ്ണിലേക്കാണ് പതിക്കുക എന്നുള്ളത്. അതും ഒരു ചെറിയ മറുപടിയല്ല, മറിച്ച് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം എന്ന അതിശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് ആ ബാനറിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ്. ലോകത്തെ ഏറ്റവും സംഘർഷഭരിതമായിട്ടുള്ള മേഖലയായിട്ടുള്ള മിഡിൽ ഈസ്റ്റിൽ ഇത്തരം ഒരു പരസ്യ ഭീഷണി ഉയരുന്നത് ഇരു രാജ്യങ്ങൾക്കിടയിലെ സംഘർഷം എത്രത്തോളം അപകടകരമായിട്ടുള്ള രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് എന്നതിന്റെ തെളിവായിട്ട് മാറുന്നു. പ്രസ്തുത ബാനറിൽ പ്രദർശിപ്പിക്കുന്ന ദൃശ്യങ്ങൾ സത്യമാണോ എന്ന് സ്വതന്ത്രമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടില്ല എന്ന് മാധ്യമങ്ങൾ പറയുമ്പോഴും ബാനർ സ്ഥാപിച്ചതും അതിലെ സന്ദേശം വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചതും ഇറാൻ തങ്ങളുടെ നിലപാട് വെറും നയതന്ത്ര പ്രസ്താവനകളിൽ ഒതുക്കാതെ തുറന്ന മുന്നറിയിപ്പായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുവാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ബാനറുകൾ. ഇതോടെ ഇറാനിൽ ഉയർന്ന ഈ ബാനർ എന്ന് പറയപ്പെടുന്ന ഒരു രാജ്യത്തിന്റെ ഭീഷണി മാത്രമല്ല, മറിച്ചത് മിഡിൽ ഈസ്റ്റിനെ വീണ്ടും യുദ്ധത്തിലേക്ക് തള്ളിവിടുവാൻ ശേഷിയുള്ള ഒരു രാഷ്ട്രീയ സന്ദേശമായിട്ട് മാറുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ബാനറിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഭൂപടമാണ് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. മധ്യ ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുള്ള ഈ മാപ്പിൽ നിരവധി തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങൾ വ്യക്തമായി അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ ഒന്നെന്ന് പറയപ്പെടുന്നത് ബെൻ ഗൂരിയോൺ വിമാനത്താവളമാണ്. ടെൽ അവീവിലെ IDF പ്രധാന ആസ്ഥാനം എന്നറിയപ്പെടുന്ന കിരിയ ബ്ലേസ്. മറ്റൊന്ന് ഗ്ലിലോട്ടിലുള്ള IDF ഇന്റലിജൻസ് ഡയറക്ടറേറ്റിന്റെ ബേസ്. ഈ 3 ഇടങ്ങൾ. ഇതുകൂടാതെ പ്രദേശത്ത് ഉടനീളമുള്ള മറ്റ് തന്ത്രപ്രധാന കേന്ദ്രങ്ങളും ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ ഇറാൻ തന്റെ ലക്ഷ്യങ്ങൾ കൃത്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്നും ആക്രമണം ഉണ്ടായാൽ പ്രതികാരം ആസൂത്രിതമായിരിക്കുമെന്ന സന്ദേശം നൽകുന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അപ്പോൾ ഈ ബാനറിലെ മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള ഘടകം അതിലെ ദൃശ്യാവിഷ്കാരമാണ്. കടും ചുവപ്പ് നിറത്തിലുള്ള ഫയർ ബട്ടൺ ഉൾക്കൊള്ളുന്ന ഒരു സൈനിക മേശ, ഒരു യുദ്ധവിമാനം, 2 ബാലിസ്റ്റിക് മിസൈലുകൾ, ഒരു റേഡിയോ എന്നിവയും ബാനറിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ കുറിപ്പുകളും ഇതിനകത്ത് ദൃശ്യങ്ങളായി ചേർത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ: യു സ്റ്റാർട്ട് ഇറ്റ്, വി ഫിനിഷ്ഡ് ഇറ്റ് എന്ന്. നിങ്ങൾ ആരംഭിക്കൂ, ഞങ്ങൾ അത് പൂർത്തിയാക്കുന്നു എന്ന ഇംഗ്ലീഷ് തലക്കെട്ട് അത് ആ ബാനറിന്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വാചകം ഇറാന്റെ കടുത്ത പ്രതികാര നയം വ്യക്തമാക്കുന്നതാണ് എന്നുള്ളതാണ്. അതേസമയം ബാനറിൽ നൽകിയിരിക്കുന്ന മാപ്പിൽ ജെറുസലേം ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജെറുസലേം പോലുള്ള നിർണായകമായിട്ടുള്ള ഒരു നഗരം മാപ്പിൽ കാണാത്തത് വിവിധ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്ക് വഴിയൊരുക്കുകയാണ്. എന്നാൽ ഇത് എന്തുകൊണ്ട് എന്നതിനെ കുറിച്ച് ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല.
ഇറാന്റെ ഈ നീക്കത്തിന് പിന്നിൽ ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് എങ്ങനെ പ്രതികരിക്കുമെന്നതും ആഗോള ജനശ്രദ്ധ നേടുന്ന കാര്യമാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവനയും പുറത്തിറക്കിയിട്ടില്ല. എന്നിരുന്നാലും ഇസ്രായേൽ പ്രതിരോധ സേന അതീവ ജാഗ്രതയിലാണ് എന്ന് റിപ്പോർട്ടുകൾ അടക്കം പറയുന്നുണ്ട്. അപ്പോൾ ഇറാനെ കുറിച്ചുള്ള ചർച്ചകൾക്കായിട്ട് നെതന്യാഹു ഈ ആഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കണ്ടതും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള കരാറുകൾ ഉണ്ടാകണമെങ്കിൽ ഇറാനിന്റെ അച്ചുതണ്ടിനുള്ളിലെ ഇറാനിൽ പിന്തുണ അവസാനിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നെതന്യാഹു ആവർത്തിക്കപ്പെടുകയാണ് അവിടെ. അപ്പോൾ ഇതിനിടയിൽ ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ ശക്തമായിട്ടുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇറാനുമായിട്ടൊരു ആണവ കരാർ ഉണ്ടാക്കുവാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നുണ്ട് എങ്കിലും ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം ഒഴിവാക്കണമെന്ന് US ആവശ്യപ്പെടുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഫെബ്രുവരി 7 അമേരിക്കൻ പ്രതിനിധികളുടെ സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്ണറെ, US സെൻട്രൽ കമാൻഡിന്റെ കമാൻഡർ ബ്രാഡ് കൂപ്പർ എന്നിവർ അറേബ്യൻ കടലിൽ USS എബ്രഹാം ലിങ്കൺ സന്ദർശിച്ചതും ഇറാനെ ചുറ്റും ഈ USS സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചതുമൊക്കെ സംഘർഷം കൂടുതൽ കടുപ്പിച്ചതായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. കൂടാതെ ഈ പറയുന്ന അമേരിക്കൻ എംബസി അത് തങ്ങളുടെ പൗരന്മാരോട് ഉടൻ രാജ്യം വിടാൻ ആവശ്യപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതും സ്ഥിതി അതീവ ഗുരുതരമാണ് എന്നുള്ള സൂചനകളാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ട്രംപ് നടത്തിയ ചില പരാമർശങ്ങൾ, ട്രംപിന്റെ ആ പരാമർശങ്ങൾ സാഹചര്യത്തെ കൂടുതൽ കടുപ്പിച്ചു എന്നതാണ്. ഇപ്പൊ തന്നെ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനി വളരെ ആശങ്കാകുലനാകണമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചത്. അതോടൊപ്പം തന്നെ US ഉപരോധങ്ങൾക്കിടയിലും ഇറാനുമായിട്ട് വ്യാപാരം നടത്തുന്ന രാജ്യങ്ങളിൽ താരിഫ് ചുമത്താൻ ആവശ്യപ്പെടുന്ന ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചതും ഇറാനെ സാമ്പത്തികമായിട്ട് കൂടുതൽ ഒറ്റപ്പെടുത്തുവാനുള്ള ശ്രമമായിട്ട് വിലയിരുത്തപ്പെടുന്നു. അപ്പൊ ഇതെല്ലാം നടക്കുന്നതിനിടയിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി 37 വർഷത്തിനിടെ ആദ്യമായിട്ട് ഒരു പ്രധാന സൈനിക യോഗം ഒഴിവാക്കിയതും വലിയ ചർച്ചകൾക്ക് കാരണമായി എന്നുള്ളതാണ്. അതായത് ഫെബ്രുവരി 8 നടന്ന വ്യോമസേന കമാൻഡർമാരുമായിട്ടുള്ള വാർഷിക യോഗത്തിലാണ് ഖമേനി പങ്കെടുക്കാതിരുന്നത്. COVID-19 പാൻഡമിക് കാലത്ത് പോലും അദ്ദേഹം ഈ യോഗം ഒഴിവാക്കിയിരുന്നില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ അമേരിക്ക ഇറാൻ ആണവ കരാർ യുദ്ധഭീഷണി അവസാനിപ്പിക്കുവാൻ കഴിയുമോ എന്ന ചോദ്യവും വീണ്ടും സജീവമായിട്ട് ഉയർന്നു കേൾക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ആണവ കരാർ ട്രംപ് സൈനിക ഭീഷണികൾ കുറയ്ക്കുന്നതോടെ ഈ സംഘർഷം എന്ന് പറയപ്പെടുന്ന ലഘൂകരിക്കുവാൻ സഹായിക്കുമെന്ന് നിരവധിയായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പൊ നമ്മളിതിനകത്ത് ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ JCPOയ്ക്ക് ശേഷം അവസാനിക്കുന്ന ഇറാനിലെ IAEA പരിശോധനകൾ ഇത് പുനഃസ്ഥാപിക്കാൻ ഒരു പുതിയ കരാർ സാധിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പുനഃപരിശോധന കരാർ സാധിക്കുമെന്ന വിലയിരുത്തൽ ചില വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നു. എന്നാൽ ഇറാൻ തന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി വിലപേശാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കരാർ ചർച്ചകൾക്ക് വലിയ തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തന്നെ ഇത്തരത്തിൽ ആണവായുധങ്ങൾ ഇനിയും ഉണ്ടാക്കും എന്നുള്ള സൂചനകൾ നൽകുന്നത് കൊണ്ടാണ്. അതേസമയം ഒരു കരാർ ഉണ്ടാകണമെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണമോ ആണവായുധമോ ഇല്ല എന്ന് ഉറപ്പാക്കണമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നു അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നു. ഇതോടെ ചർച്ചകൾ കൂടുതൽ സങ്കീർണമാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇറാന്റെ ഭൂപട ഭീഷണിയും അമേരിക്കയുടെ സൈനിക സാമ്പത്തിക സമ്മർദ്ദ തന്ത്രങ്ങളും ഇസ്രായേലിന്റെ ജാഗ്രതാ നിലപാടുകളും എല്ലാം ചേർന്ന് മിഡിൽ ഈസ്റ്റിലെ സാഹചര്യം എന്ന് പറയപ്പെടുന്നത് കൂടുതൽ അപകടകരമായിട്ടുള്ള ഒരു വഴിത്തിരിവിലേക്ക് നീങ്ങുന്നതായിട്ടാണ് സൂചന നൽകുന്നത്. ഇപ്പോൾ പുറത്തു വന്ന ഈ ബാനറും ഭൂപടവും വെറും ഒരു മുന്നറിയിപ്പായി മാത്രം നിൽക്കുമോ, അല്ലെങ്കിൽ യഥാർത്ഥ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നതൊക്കെ ലോകം ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഇറാന്റെ മിസൈൽ വർഷം എന്ന് പറയപ്പെടുന്ന അമേരിക്കയിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ഇറാന്റെ മിസൈൽ വർഷം അമേരിക്കയിൽ ഉണ്ടാകാതിരിക്കുവാനുള്ള സാധ്യതകളൊന്നും ഇപ്പോൾ കാണുന്നില്ല. കാരണം ഇസ്രായേലും കൂടി ചേർന്ന് നിന്നുകൊണ്ട്, അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇറാനെ ആക്രമിച്ച് തകർക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയുള്ള യാത്രയാണ്. അപ്പോൾ ഇവിടെ ഇസ്രായേൽ നടത്തുന്ന, അമേരിക്കയുമായി ചേർന്ന് നടത്തുന്ന ഇത്തരത്തിലൊരു കുതന്ത്രം ഇറാനെ തകർക്കാനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടിയും അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാന്റെ ഒരു തിരിച്ചുവരവ് എന്ന് പറയപ്പെടുന്നത് ഇസ്രായേലിനെ ലക്ഷ്യമിട്ടുണ്ടായിരിക്കും. യുദ്ധം തുടങ്ങിയാൽ ആദ്യത്തെ ബോംബ് വീഴുന്ന അമേരിക്കയിലായിരിക്കില്ല, പകരം ഇസ്രായേലിലായിരിക്കും. ഇസ്രായേലിനെ തകർത്തുകൊണ്ടായിരിക്കും അമേരിക്കയിലേക്ക് ഇറാന്റെ മിസൈൽ വർഷം ആരംഭിക്കുക എന്നുള്ളതാണ്. എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ യുദ്ധത്തിലേക്കുള്ള യാത്രയാണിത്. അതിന് ചുക്കാൻ പിടിക്കുവാൻ ഇറാന്റെ കൂടെ ആരുമില്ല എങ്കിലും പക്ഷേ അമേരിക്കയോടൊപ്പം നിൽക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നു. പക്ഷേ ഇത് വളർന്നു വരുന്ന ഒരു യുദ്ധമായി മാറിക്കഴിയുമ്പോൾ ഇറാനോടൊപ്പം ചേരാനായിട്ട് അനേകം രാജ്യങ്ങൾ, റഷ്യ അടക്കമുള്ള അനേകം രാജ്യങ്ങൾ വന്നു ചേരുകയും അമേരിക്കക്കെതിരെയും ഇസ്രായേലിനെതിരെയും ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങൾക്കെതിരെയും വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടാവുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഈ ആയുധവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ആ വിഷയം വളരെ കൃത്യമായി ഇറാനും അമേരിക്കയും തമ്മിൽ നടത്തുന്ന ചർച്ചകൾ, സമാധാന ചർച്ചകൾ, അത് പൂർവ്വസ്ഥിതിയിലേക്ക് വരികയും അല്ലെങ്കിൽ അതിനകത്തൊരു ഗുണം, ഒരു മാറ്റം ഉണ്ടാവുകയും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ
ഇപ്പോൾ നിലനിൽക്കുന്ന മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന ഈ സംഘർഷാവസ്ഥ യുദ്ധത്തിന്റെ വലിയ ഭീകരമായ അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.